ലേണേഴ്സ് എക്സാം എങ്ങനെ പെട്ടെന്ന് പാസ്സാവാം. ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക. അതിൽ പരിവാഹൻ ക്ലിക്ക് ചെയ്യുക. പരിവാഹനിൽ സാരഥി പരിവാഹൻ ലോഗിൻ. പരിവാഹൻ ലോഗിൻ ചെയ്താൽ ഇവിടെ സൈനിങ് കാണിക്കും. നമുക്ക് സൈൻ ചെയ്യണ്ട. സൈനിങ് ചെയ്യാതെ സാരഥി സർവീസ് എടുക്കാം നമുക്ക്. അതിനുശേഷം ഒരു പോപ്പിൻ്റെ വരും. അത് ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ചെയ്യാം. മേലെ ക്ലോസ് ചെയ്താൽ നമ്മൾ സ്റ്റേറ്റ് ചോദിക്കും. സ്റ്റേറ്റിൽ നമ്മൾ കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു പോപ്പിൻ്റെ വരും. അത് നമ്മൾ സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്താൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ലേണേഴ്സ് ലൈസൻസിൽ ഏറ്റവും താഴെ മോക്ക് ടെസ്റ്റ് ഫോർ LL എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലിക്കൻ്റ് നെയിം കാണിക്കും. അപ്ലിക്കൻ്റ് നെയിം നമുക്ക് എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ട് നമ്മളെ പേരിന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലാംഗ്വേജ് ഏതാ സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നുള്ളത് മലയാളം സെലക്ട് ചെയ്യുക. അവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കേരള സെലക്ട് ചെയ്യുക. എക്സാം നമുക്ക് സൗണ്ടോട് കൂടി വേണോ അതോ സൗണ്ട് ഇല്ലാതെ വേണോ. അതിന് ശേഷം നമുക്ക് അവിടെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാണ്ട്. ക്യാപ്ച അവിടെ നോക്കി എൻ്റർ ചെയ്യുക. അത് മനസ്സിലായിട്ടില്ല നമുക്ക് അവിടെ റീഫ്രഷ് ചെയ്താണ്ട് നമുക്ക് വീണ്ടും വേറെ ക്യാപ്ച കിട്ടും. ക്യാപ്ച അടിച്ചതിന് ശേഷം സൈനിങ് കൊടുക്കുക. സൈനിങ് കൊടുത്താൽ നമ്മളെ ചോദ്യം സ്റ്റാർട്ടായി. നമ്മളതിൽ ചോദ്യം വായിക്കുക. ഉത്തരത്തിന് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ ശരി ഉത്തരമാണെങ്കിൽ അവിടെ കാണിക്കുന്നുണ്ട്. തെറ്റുത്തരം വരികയാണെങ്കിൽ നമുക്ക് ശരി ഉത്തരം കാണിച്ചു തരും ഏതാണെന്നുള്ള. അപ്പോൾ നമുക്ക് പിന്നെ എക്സാം എഴുതുമ്പോൾ പെട്ടെന്നുണ്ടാവും, ഓർമ്മ വരും. അപ്പോൾ അവിടെ തെറ്റുത്തരമായി, അവിടെ ശരി ഉത്തരം കാണിച്ചു. ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാം. മൊബൈലും ചെയ്യാം, കമ്പ്യൂട്ടറിലും ചെയ്യാം. സിമ്പിളാണ്. നമ്മൾ വായിച്ച് പഠിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എഴുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും എക്സാമിന് പോകുമ്പോൾ. സബ്മിറ്റ് ചെയ്യുക. അവിടെ തെറ്റുത്തരായി. ഇതാരും പറഞ്ഞൊന്നും തരില്ല ഇതിങ്ങനെ ചെയ്യാന്നുള്ളതൊന്നും. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ അവർ പറയില്ല. അവർ PDF തരും. ആ PDF നമ്മൾ പഠിക്കുക. അതിന് ശേഷം ഇങ്ങനെ ചെയ്ത് നോക്കുക. ഫ്രീ കിട്ടുന്ന സമയത്ത് ചെയ്താൽ മതി. ഫോണിലായാലും മൊബൈലിലായാലും ഒക്കെ ചെയ്യാം. നമുക്ക് 10 ക്വസ്റ്റ്യൻ ഇതിൽ വരുള്ളൂ ആദ്യം. പിന്നെ വീണ്ടും നമ്മൾ ഫസ്റ്റ് മുതൽ തുടങ്ങണം. ലേണേഴ്സിൻ്റെ ഇതിൽ പോവുക. മോക്ക് ടെസ്റ്റ് എടുക്കുക. വീണ്ടും അപ്ലിക്കൻ്റ് നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ക്യാപ്ച അടിക്കുക. പിന്നെയും 10 ചോദ്യങ്ങൾ വരും. അവിടെ 5 മാർക്കായി. സിമ്പിളാണ്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. എഴുതി പാസ്സാവാം. ചില ആൾക്കാർ 3, 4, 5 തവണ വന്ന് ഫെയിലായി പോകുന്നുണ്ട്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വീണ്ടാമതും ലേണേഴ്സ് എടുക്കുക. മോക്ക് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ലിക്കൻ്റ് നെയിം കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. സ്റ്റേറ്റ് കൊടുക്കുക. സൈൻ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലേണേഴ്സ് പാസ്സാവാം.